നമ്മുടെ ജീവിതം വരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരിടം നമ്മുടെ വീട്ടിലുണ്ട്. അതെന്താണെന്നല്ലേ? നമ്മുടെ ബെഡ്റൂം. നമ്മുടെ ഉറക്കം മാത്രമല്ല, നമ്മുടെ മൂഡ്, നമ്മുടെ എനർജി, നമ്മുടെ പ്രൊഡക്ടിവിറ്റി, ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു രാത്രി നന്നായി ഉറങ്ങിയാൽ അടുത്ത ദിവസം മുഴുവൻ നമുക്ക് ഫ്രഷായും പോസിറ്റീവായും തോന്നും. പക്ഷേ ഉറക്കം ശരിയായില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതൊരു മോശപ്പെട്ട ദിവസമാവുകയും അതിൻ്റെ ഒരു സ്വാധീനം നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് ഒന്ന് നോക്കിക്കേ. അവിടെ ശരിക്കും നിങ്ങൾക്ക് റെസ്റ്റ് നൽകുന്ന ഒരു അന്തരീക്ഷമാണോ ഉള്ളത്? അതോ അറിയാതെ തന്നെ നിങ്ങളുടെ ഒരു സ്ലീപ്പ് ക്വാളിറ്റി കുറയ്ക്കുന്ന ചില കാര്യങ്ങൾ അവിടെയുണ്ടോ? ഈ കാര്യത്തിൽ ജാപ്പനീസുകാർക്ക് വളരെ വ്യത്യസ്തമായ ഒരു അപ്രോച്ചുണ്ട്. നല്ല ഉറക്കത്തിനും മനസ്സിൻ്റെ ശാന്തതയ്ക്കുമായി അവർ ബെഡ്റൂമിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന 8 കാര്യങ്ങളുണ്ട്. ആ 8 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോരുത്. സോ വെൽക്കം ടു ഫെയറി ലൈഫ് സ്റ്റൈൽ, എ ബ്യൂട്ടിഫുൾ ലൈഫ് സ്റ്റാർട്ട്സ് ഹിയർ. ജപ്പാൻകാർക്ക് ബെഡ്റൂം എന്നത് വെറും ഉറങ്ങാനുള്ള ഒരിടം മാത്രമായല്ല കാണുന്നത്. അതവരുടെ ഒരു ദിവസത്തെ മുഴുവൻ ക്ഷീണവും സ്ട്രെസ്സും ഒക്കെ ഇറക്കി വെച്ച് മനസ്സിനും ശരീരത്തിനും വീണ്ടും റീചാർജ് ചെയ്യാനുള്ള ഒരു പീസ്ഫുൾ സ്പേസായാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസം ഇതാണ്: ബെഡ്റൂമിലേക്ക് കൊണ്ടുവരുന്ന ഓരോ വസ്തുവും നല്ല ഉറക്കത്തിന് സഹായിക്കണം. ഉറക്കത്തിന് തടസ്സമാവുന്ന എന്തും അവിടെ ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ അവർ ആദ്യം ബെഡ്റൂമിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ്. പല ആളുകളും രാത്രി കിടക്കാൻ പോകുമ്പോൾ ഫോൺ കയ്യിലുണ്ടായിരിക്കും. കുറച്ച് സ്ക്രോളിംഗ്, കുറച്ച് റീൽസ്, കുറച്ച് മെസ്സേജസ്, എന്നിട്ട് ഫോൺ തലയിണയുടെ അടുത്തോ കിടക്കയുടെ അരികിലോ ചാർജിങ്ങിന് വെച്ചിട്ട് കിടന്നുറങ്ങും. പക്ഷേ ജപ്പാൻകാർ അതൊരിക്കലും ചെയ്യില്ല. അവർ അതിനെ ഒരു നല്ല ശീലമായിട്ടല്ല കാണുന്നത്. കാരണം ഫോൺ പുറപ്പെടുവിക്കുന്ന ബ്ലൂ ലൈറ്റ് നമ്മുടെ ബ്രെയിനിലേക്ക് ഇപ്പോഴും പകൽ സമയമാണ് എന്ന് തോന്നിപ്പിക്കും. അതുകൊണ്ട് മെലാറ്റോണിൻ എന്ന ഉറക്കത്തിൻ്റെ ഹോർമോൺ കുറയുകയും ഉറങ്ങാൻ കൂടുതൽ സമയമെടുക്കുകയും ചെയ്യും. അതിനു പുറമെ നോട്ടിഫിക്കേഷൻസ്, വൈബ്രേഷൻ, ഫോൺ എപ്പോഴും അടുത്തുണ്ടെന്നൊരു തോന്നൽ പോലും നമ്മുടെ ബ്രെയിനിനെ പൂർണ്ണമായിട്ടും വിശ്രമിക്കാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ജപ്പാൻകാർ മൊബൈൽ ഫോൺ, ചാർജർ ഇതൊക്കെ തന്നെ ബെഡ്റൂമിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യങ്ങളാണ്. ഇനി രണ്ടാമതായി അവർ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് TV ആണ്. കാരണം ജാപ്പനീസുകാരുടെ കാഴ്ചപ്പാടിൽ ബെഡ്റൂം എന്നത് എൻ്റർടൈൻമെൻറ്റിനുള്ള സ്ഥലമല്ല, റെസ്റ്റ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ്. TV കാണാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും ഇനി 5 മിനിറ്റ് എന്ന് വിചാരിച്ചാലും അത് 1 മണിക്കൂറായി മാറും. അതോടെ ഉറങ്ങേണ്ട സമയം വൈകുകയും ബ്രെയിൻ എപ്പോഴും ആക്റ്റീവായി ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ബെഡ്റൂമിൽ TV വെക്കുന്നതിനേക്കാൾ ആ മുറി ശാന്തമായി ഇരിക്കാനും വിശ്രമത്തിനും മാത്രം നിലനിർത്താനാണ് പല ജപ്പാൻകാരും ശ്രമിക്കുന്നത്. മൂന്നാമതായി അവർ ബെഡ്റൂമിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത് ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഓഫീസ് ഫയലുകൾ പോലുള്ള ജോലി സാധനങ്ങളാണ്. കാരണം ജാപ്പനീസുകാർക്ക് ബെഡ്റൂം എന്നത് ഒരു വർക്ക് സ്പേസ് അല്ല, അത് റെസ്റ്റ് ചെയ്യാനുള്ളൊരിടമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബെഡിലിരുന്ന് നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഇമെയിലുകളും ഓഫീസിലെ കാര്യങ്ങളും ഒക്കെ നോക്കാൻ തുടങ്ങിയാൽ ശരീരം കിടക്കയിലാണെങ്കിലും മനസ്സ് എപ്പോഴും ജോലിയിലായിരിക്കും. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് വിശ്രമിക്കാനുള്ള സമയമാണ് എന്നൊരു മെസ്സേജ് ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് പല ജപ്പാൻകാരും ഒരു ബൗണ്ടറി വെക്കുന്നത്: ജോലി സ്ഥലത്ത് അവസാനിക്കും. ബെഡ്റൂമിൽ കയറുമ്പോൾ അത് വിശ്രമത്തിനും നല്ല ഉറക്കത്തിനും മാത്രമായുള്ള ഒരിടമാകും. കാരണം അവർ വിശ്വസിക്കുന്നത് നാളെയുടെ മികച്ച പെർഫോമൻസ് തുടങ്ങുന്നത് ഇന്നത്തെ നല്ലൊരു വിശ്രമത്തിലും ഉറക്കത്തിലൂടെയുമാണ് എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പോയിന്റ്: ജപ്പാൻകാർ ബെഡ്റൂമിൽ അനാവശ്യമായ ഫർണിച്ചറുകൾ വെക്കാൻ ഇഷ്ടപ്പെടാറില്ല. കാരണം ഒരു അധിക കസേരയോ ചെറിയൊരു ടേബിളോ വെച്ചാൽ ആദ്യം അത് വളരെ ഭംഗിയായിട്ട് തോന്നും. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അതിലേക്ക് ഒരു ഡ്രസ്സ്, ഒരു ബാഗ്, കുറച്ച് പേപ്പറുകൾ, ചാർജർ, അങ്ങനെ ഓരോ സാധനങ്ങളും അറിയാതെ തന്നെ കുന്നുകൂടാൻ തുടങ്ങും. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഒരു നിമിഷം നിങ്ങളുടെ സ്വന്തം ബെഡ്റൂമിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ മുറിയിലും ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു കസേരയോ ഒരു ടേബിളോ ഉണ്ടോ? ജപ്പാൻകാർക്ക് ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ പോലും വളരെ പ്രധാനമാണ്. കാരണം ബെഡ്റൂമിലേക്ക് കയറുന്ന നിമിഷം തന്നെ മനസ്സിന് ഒരു കാം ഫീലിംഗ് ലഭിക്കണമെന്നാണ് അവരുടെ വിശ്വാസം. ചുറ്റും അനാവശ്യമായ സാധനങ്ങൾ കാണുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നിയാലും നമ്മുടെ മനസ്സ് അവയെല്ലാം വിഷ്വൽ ക്ലട്ടറായി സ്വീകരിക്കും. അതുകൊണ്ടാണ് അവർ ബെഡ്റൂമിൽ ശരിക്കും ആവശ്യമായ ഫർണിച്ചറുകൾ മാത്രം വെക്കാൻ ശ്രമിക്കുന്നത്. കുറച്ച് വസ്തുക്കൾ, കൂടുതൽ ശാന്തത, അതാണ് അവരുടെ ഒരു മിനിമലിസ്റ്റ് മൈൻഡ് സെറ്റ്. അടുത്തതായി ജപ്പാൻകാർ ബെഡ്റൂമിൽ അഴുക്ക് വസ്ത്രങ്ങൾ കുന്നുകൂടാൻ അനുവദിക്കാറില്ല.
കാരണം അവരുടെ കാഴ്ചപ്പാടിൽ ബെഡ്റൂം എന്നത് വിശ്രമിക്കാനുള്ള ഒരിടമാണ്, ഒരു താൽക്കാലിക ലോണ്ടറി റൂം അല്ല. ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ബെഡ്റൂമിലും ഒരു കസേരയിലോ കട്ടിലിൻ്റെ മൂലയിലോ ഇന്നലെ ധരിച്ച ഒരു സാരി അല്ലെങ്കിൽ കുറച്ച് വസ്ത്രങ്ങൾ ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ടോ എന്ന്. നാളെ എടുത്ത് മാറ്റാമെന്ന് നമ്മൾ വിചാരിച്ച് വെച്ചിട്ടുള്ളതായിരിക്കും, പക്ഷേ ആ നാളെ പലപ്പോഴും ദിവസങ്ങളായി മാറും. ഞാൻ പറയുന്നത് ശരിയല്ലേ? ജപ്പാൻകാർ ഇത്തരത്തിലുള്ള ചെറിയ ശീലങ്ങൾ പോലും ശ്രദ്ധിക്കും. കാരണം മുറിയിലേക്ക് കയറി വരുന്ന നിമിഷം തന്നെ വൃത്തിയും ഒരു ശാന്തതയും അനുഭവിക്കണമെന്നാണ് അവരുടെ വിശ്വാസം. അഴുക്ക് വസ്ത്രങ്ങൾ കണ്ണിൽപ്പെടുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാത്തതുപോലെ തന്നെ തോന്നിയാലും മനസ്സിന് എവിടെയോ ഒരു അസ്വസ്ഥത അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഉടനെ തന്നെ ലോണ്ടറി ബാസ്ക്കറ്റിലേക്ക് മാറ്റുന്ന ശീലം അവർ വളർത്തിയെടുത്തിരിക്കുന്നത്. ചെറിയൊരു ശീലം, പക്ഷേ അത് വലിയൊരു മാറ്റത്തിനുള്ള തുടക്കമാണ്. അടുത്തതായി ജപ്പാൻകാർ ബെഡ്റൂമിൽ വളരെ ശക്തമായ ലൈറ്റ്സ് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് വെളിച്ചം പുറപ്പെടുവിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസസ് ഒഴിവാക്കാൻ ശ്രമിക്കും. ഒരു നിമിഷം നിങ്ങളുടെ ബെഡ്റൂമിനെ ഒന്ന് ഓർത്തു നോക്കുക. രാത്രി എല്ലാ ലൈറ്റും ഓഫ് ചെയ്താലും ചാർജറിൻ്റെ ചെറിയ ലൈറ്റ്, ഡിജിറ്റൽ ക്ലോക്കിൻ്റെ വെളിച്ചം, അങ്ങനെ ചെറിയ ചെറിയ ലൈറ്റുകൾ ഇപ്പോഴും കാണാറില്ലേ? ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ നമ്മുടെ ബ്രെയിനിന് അത് ഇപ്പോഴും വെളിച്ചത്തിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് ജാപ്പനീസുകാർ ഉറങ്ങാനുള്ള അന്തരീക്ഷം കഴിയുന്നത്ര ഇരുണ്ടതും ശാന്തവുമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. കാരണം ഇരുട്ട് നമ്മുടെ ശരീരത്തോട് ഇപ്പോൾ വിശ്രമിക്കാനുള്ള സമയമാണ് എന്ന് സ്വാഭാവികമായിട്ടും അറിയിക്കും. ചെറിയൊരു മാറ്റം പോലെ തോന്നിയാലും നല്ലൊരു സ്ലീപ്പ് ക്വാളിറ്റിക്ക് അത് വളരെ വലിയൊരു സഹായമാണ്. അടുത്തതായി ജപ്പാൻകാർ ബെഡ്റൂമിൽ ഡസ്റ്റ്ബിൻ വെക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കും. കാരണം അവിടെ ഒരു ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയായിരിക്കും ഇടുക? ഉപയോഗിച്ച ടിഷ്യൂ, ചോക്ലേറ്റിൻ്റെ കവർ, ഒഴിഞ്ഞ ബോട്ടിൽസ്, അങ്ങനെ ചെറിയ ചെറിയ മാലിന്യങ്ങൾ അതിൽ കുന്നുകൂടും. ഞാൻ പറയുന്നത് ശരിയല്ലേ? ജപ്പാൻകാർ വിശ്വസിക്കുന്നത് ചെറിയ അളവിലുള്ള മാലിന്യം പോലും ഒരു മുറിയുടെ ശുചിത്വം മനസ്സിന് ലഭിക്കുന്ന കാം ഫീലിംഗും കുറയ്ക്കുമെന്നാണ്. അതുകൊണ്ടാണ് അവർ കഴിയുന്നത്ര മാലിന്യങ്ങൾ ബെഡ്റൂമിൽ സൂക്ഷിക്കാതെ അതിനായി പ്രത്യേകം നിശ്ചയിച്ച സ്ഥലത്തേക്ക് ഉടൻ മാറ്റാൻ ശ്രമിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടിൽ വൃത്തിയുള്ള ഒരു ബെഡ്റൂം നല്ല ഉറക്കത്തിൻ്റെ ആദ്യപടിയാണ്. അവസാനമായി ജപ്പാൻകാർ ബെഡ്റൂമിനെ ഒരു സ്റ്റോറേജ് റൂമാക്കാൻ ഇഷ്ടപ്പെടാറില്ല. പിന്നീട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ച ബോക്സുകൾ, മാസങ്ങളായി തുറക്കാത്ത സ്യൂട്ട് കേസുകൾ, പഴയ ഷോപ്പിംഗ് ബാഗുകൾ, ഒഴിഞ്ഞ കാർഡ്ബോർഡ് ബോക്സുകൾ, കേടായ ഇലക്ട്രോണിക് സാധനങ്ങൾ, ഇത്തരത്തിലുള്ള ഉപയോഗിക്കാത്ത വസ്തുക്കൾ ഒന്നും തന്നെ ബെഡ്റൂമിൽ കുന്നുകൂടുന്നത് അവർ ഒഴിവാക്കാൻ ശ്രമിക്കും. കാരണം ബെഡ്റൂം എന്നത് വിശ്രമിക്കാനുള്ള ഇടമാണ്, സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഇടമല്ല. അനാവശ്യ വസ്തുക്കൾ കൂടുന്നതിനനുസരിച്ച് മുറിയുടെ വൃത്തിയും ഭംഗിയും നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ജപ്പാൻകാർ ശരിക്കും ആവശ്യമായ വസ്തുക്കൾ മാത്രം ബെഡ്റൂമിൽ സൂക്ഷിക്കുന്നത്. കണ്ടില്ലേ, ജപ്പാൻകാരുടെ ഈ ശീലങ്ങളൊന്നും വലിയ മാറ്റങ്ങളല്ല, പക്ഷേ ചെറിയ ചെറിയ ശീലങ്ങൾ ചേർന്നാണ് അവർ കൂടുതൽ പീസ്ഫുൾ ആയിട്ടുള്ള, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത രീതിയിൽ നിന്ന് നമുക്കും പഠിക്കാനുള്ള നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇന്ന് പറഞ്ഞ ഈ 8 കാര്യങ്ങളിൽ ഒരു കാര്യമെങ്കിലും നിങ്ങളുടെ ബെഡ്റൂമിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു ചെറിയ മാറ്റം വരുത്തി നോക്കൂ. ചിലപ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെയുള്ള ചെറിയ തീരുമാനങ്ങളിൽ നിന്നായിരിക്കും. സോ ഇതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.